കഴിഞ്ഞ ദിവസം ലിവർ ഡോക്ടർ സിറിയക് അബി ഫിലിപ്പ് പോസ്റ്റ് ചെയ്ത ഡോക്ടേഴ്സ് അല്ലാത്ത പ്രൊഫഷണൽസിന്റെ ലിസ്റ്റ് ആണിത്. ഈ പോസ്റ്റിന് താഴെ തന്നെ ഇദ്ദേഹം കൊടുത്തൊരു കമന്റ് ആണ് ഫിസിയോതെറാപ്പിസ്റ്റ് ആർ നോട്ട് ഡോക്ടേഴ്സ് എന്നും പിന്നെ ഒരു ഇഡിയോം കൊടുത്തിട്ടുണ്ട് ഡോണ്ട് ട്രൈ ടു ബൈറ്റ് മോർ ദാൻ യു ക്യാൻ ച്യൂ. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ ആണോ അല്ലയോ എന്നൊന്നും എനിക്ക് ഇവിടെ വന്ന് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന കാര്യമാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫിസിയോതെറാപ്പിസ്റ്റ് സർജറിയും ചെയ്യില്ല, അതുപോലെ തന്നെ മെഡിസിനും പ്രിസ്ക്രൈബ് ചെയ്യാറില്ല എന്നുള്ള കാര്യം. അപ്പോൾ ലിവർ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഡോണ്ട് ട്രൈ ടു ബൈറ്റ് മോർ ദാൻ യു ക്യാൻ ച്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയത്തിന് റീപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ലിവർ ഡോക്ടർ ഫ്രീ ആകുമ്പോൾ ഒരു ഓർത്തോപെഡിക് സർജന്റെ അടുത്ത് പോയിട്ട് ഏത് സിവിയർ ആയിട്ടുള്ള ഫ്രാക്ചറോ അതല്ലെങ്കിൽ TKR THR സർജറി കഴിഞ്ഞാൽ ആ പേഷ്യൻസിന്റെ റിഹാബിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനുശേഷം ഒരു ന്യൂറോ സർജന്റെ അടുത്ത് പോയിട്ട് സ്ട്രോക്ക്, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചറി, അതുപോലെ ബ്രെയിൻ ട്യൂമർ എല്ലാം വന്ന പേഷ്യന്റിന് മരുന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിന് നഷ്ടപ്പെട്ടിട്ടുള്ള ഫംഗ്ഷണലും കോഗ്നറ്റീവ് ഇൻഡിപെൻഡൻസും എല്ലാം തിരിച്ചു കിട്ടുമോ എന്ന് അന്വേഷിച്ചു വെക്കുക. ഇത് കഴിഞ്ഞിട്ട് ലിവർ ഡോക്ടർ ജനറൽ ഓർത്തോപെഡീഷ്യന്റെ അടുത്ത് ചോദിക്കുക ഫ്രോസൺ ഷോൾഡർ, നീ പെയിൻ, ടെന്നീസ് എൽബോ, ഗോൾഫേഴ്സ് എൽബോ, സെർവൈക്കൽ റെഡിക്കുലോപ്പതി ഇതുപോലുള്ള ഒരുപാട് കേസുകളിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാനും ശ്രമിക്കുക. ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഒരു കാർഡിയോ സർജന്റെ അടുത്ത് പോയിട്ട് ഓപ്പൺ ഹാർട്ട് സർജറിയോ അതല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സർജറി ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള റീഹാബിലിറ്റേഷന്റെ ഇമ്പോർട്ടൻസും അറിഞ്ഞു വെക്കുക. ഇതുപോലെ തന്നെ പെഡിയാട്രിക് കേസസ് ആയിട്ടുള്ള CP, ഡൗൺ സിൻഡ്രോം ഇതുപോലുള്ള കണ്ടീഷനുകളിൽ ഫംഗ്ഷണൽ ഇൻഡിപെൻഡൻസ് ലഭിക്കാൻ വേണ്ടി ഫിസിയോതെറാപ്പിസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നും അന്വേഷിക്കുക. പിന്നെ സ്പോർട്സ് ഫിസിയോതെറാപ്പി, പൾമിനറി റീഹാബിലിറ്റേഷൻ, മൈസ്തീനിയ ഗ്രാവിസ്, GBS ഇതുപോലുള്ള ഒരുപാട് കണ്ടീഷൻസ് മരുന്നുകൾ കൊണ്ട് മാത്രം മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ല. പിന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ലിവർ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഇതുപോലെ ഒരുപാട് കേസുകളിൽ മെഡിക്കൽ ഡോക്ടേഴ്സിനെ പോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റിനുമുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഡോക്ടർ PT എന്ന് പറഞ്ഞിട്ടുള്ള റെക്കഗ്നിഷൻ തന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ അലൈൻഡ് മെഡിക്കൽ പ്രൊഫഷണൽസിന് മെഡിക്കൽ സെക്ടറിൽ അവർ അർഹിക്കുന്ന അപ്ഡേഷൻ ഫ്യൂച്ചറിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ലിവർ ഡോക്ടർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കേണ്ടതാണ്. പിന്നെ എത്ര ബൈറ്റ് ചെയ്യണം, എത്ര ച്യൂ ചെയ്യണമെന്നെല്ലാം നിങ്ങൾ കമന്റ് സെക്ഷനിൽ വന്ന് പറയുന്നതല്ല ശരിയായിട്ടുള്ള രീതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിവർ ഡോക്ടറെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഇൻഫോർമേറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്.